നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് സന്തോഷിക്കാൻ ഒരു അവസരം. സൗജന്യ വിസ സ്കീം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ശ്രീലങ്ക. മലേഷ്യയ്ക്ക് ശേഷം ഇന്ത്യ ഉൾപ്പെടെ 48 രാജ്യങ്ങൾക്കായി ഏപ്രിൽ 30 വരെ ഫ്രീ വിസ പദ്ധതി നീട്ടാൻ ശ്രീലങ്ക ഒരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ ശ്രീലങ്കയിൽ എത്തുമ്പോൾ ഇന്ത്യക്കാർക്ക് വിസ ഫീസായി $2,400 നൽകേണ്ടി വരുമായിരുന്നു. ശ്രീലങ്കയിലെ ടൂറിസം വിപണിയിൽ ഇന്ത്യ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന രാജ്യമായതിനാൽ ശ്രീലങ്കൻ സർക്കാർ ഇതിനായി ഒരു ക്യാബിനറ്റ് നിർദ്ദേശം തയ്യാറാക്കുന്നുമുണ്ട്. 2019 ഏപ്രിൽ 21 നടന്ന ഈസ്റ്റർ സൺഡേ ബോംബാക്രമണം സാരമായി ബാധിച്ച രാജ്യത്തിലെ ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഈ തീരുമാനം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 258ഓളം പേർ കൊല്ലപ്പെട്ട ബോംബാക്രമണത്തിന് ശേഷം 39 രാജ്യങ്ങളെ ഈ പദ്ധതിയിൽ നിന്ന് വിലക്കിക്കൊണ്ട് ശ്രീലങ്കൻ സർക്കാർ ഏപ്രിലിൽ സൗജന്യ വിസ നൽകാനുള്ള പദ്ധതി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക. അതിമനോഹരമായ ബീച്ചുകൾ, 1000 വർഷം പഴക്കമുള്ള ബുദ്ധക്ഷേത്രങ്ങൾ, ധാരാളം വന്യജീവികൾ, സമ്പന്നമായ പുരാവസ്തു ചരിത്രം എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ നാട്. വാട്ടർ സ്പോർട്സ്, അതിശയകരമായ സൂര്യാസ്തമയങ്ങൾ, വിശാലമായ തേയിലത്തോട്ടങ്ങൾ, നാവിൽ വെള്ളമൂറും ശ്രീലങ്കൻ ഭക്ഷണം എന്നിവ ഈ മനോഹരമായ സ്ഥലവുമായി നിങ്ങളെ പ്രണയത്തിലാക്കുമെന്ന് ഉറപ്പു പറയുകയാണ് ശ്രീലങ്കൻ സർക്കാർ. സംസ്കാരത്തിൽ സമ്പന്നമായ ശ്രീലങ്ക ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവുമായി സംയോജിപ്പിച്ച് നന്നായി സംരക്ഷിക്കപ്പെടുന്ന പ്രാദേശിക പാരമ്പര്യങ്ങളുടെ കൗതുകകരമായ മിശ്രിതം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഈ ചെറിയ രാജ്യത്തുടനീളം 8 യുനെസ്കോ ലോക പൈതൃക സൈറ്റുകൾ ഉള്ളതിനാൽ ലോൺലി പ്ലാനറ്റ് 2019 ലോകത്തെ ഏറ്റവും മികച്ച സന്ദർശന രാജ്യമായി ഇത് തിരഞ്ഞെടുത്തതിൽ അതിശയിക്കാനില്ലതാണ്. അയൽ രാജ്യങ്ങളായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നും സ്വാധീനം ചെലുത്തിയ ശ്രീലങ്ക ഏറ്റവും മികച്ചത് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്ന് തന്നെ. അതിനാൽ തന്നെയാണ് ഈ തീരുമാനം ഇന്ത്യക്കാരെ ഒട്ടേറെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം കൂടിയാണ്. ഇന്ത്യയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഏറ്റവും മികച്ച സഞ്ചാര കേന്ദ്രം ആസ്വദിക്കാൻ ഇനി ഫ്രീ ആയി നമുക്ക് പോകാം. അതിനാണ് ഇപ്പോൾ പുതിയ നിയമമായി ശ്രീലങ്ക എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.